ഹേ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് നമുക്ക് അർഷിതാന്റെ ഫിയാൻസിന്റെ പാട്ടിൽ തുടങ്ങാം. അപ്പൊ ഗൈസ് നമ്മളവിടെ പോവാണ്. എവിടെ പോവാന്ന് പറഞ്ഞില്ലേ? ഇയാളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുഖം കാണിച്ചോളൂ. ഇനി ഇയാളാരാ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയാം. എന്റെ പേര് അർഷിത. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ MA പഠിക്കുന്നു. എനിക്ക് ഒരുപാട് കഴിവുകളാണ് ദൈവം എനിക്ക് വാരിക്കോരി തന്നിരിക്കുന്നത്. ഞാൻ നന്നായി പാടും, ഡാൻസ് കളിക്കും. പിന്നെ എനിക്ക് കുറച്ച് പേടികളുണ്ട്. ലൈക്ക് ഇരുട്ട് പേടിയാണ്, എനിക്ക് ബലൂണ് പേടിയാണ്. മൾട്ടി ടാലന്റ് ഒക്കെ അവിടെ കട്ടെ, മൂപ്പത്തിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. കളിക്കാൻ അത് ഒറ്റ തവണ ഉണ്ടായതാണ്. അത് വേറെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക. അതിനായി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതൊരു ഭയങ്കര സംഭവമാണ്. താത്ത പറഞ്ഞാട്ടല്ലോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നോളാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല മഴയേനു. അങ്ങനെ മഴയെ സഹിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അന്നേരം ഗ്രൗണ്ടിൽ കുറെ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നത്. അത് കണ്ടപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നുപോയി. ഇനി എപ്പോഴാ പണ്ട് ഫുട്ബോളൊക്കെ കളിച്ചേ? തടു അങ്ങനെ പലതും വ്ലോഗിന്റെ ഇടയ്ക്ക് ചോദിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അറക്കിലെത്തി ഗായ്സ്. അറക്കിലാണ് ഒന്നും പറയാൻ വേണ്ടേ, ഒരു ശ്മശാന മുഖതിയായിരുന്നു അവിടെ. അങ്ങനെ വയനാട്ടിൽ നിന്ന് വന്ന അർഷിതാക്ക് ബീച്ചിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. നല്ല രസമുണ്ട്. വാവ്, നല്ല തിരക്ക് ഭയങ്കര ദേഷ്യമുള്ള പോലെയാണ്. നമ്മൾ വന്ന ടൈമിങ് ശരിയായില്ല എന്നാ തോന്നുന്നേ. കുഴപ്പമില്ല, ഞങ്ങള് എന്താണെങ്കിലും എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു വന്നതാണ്. അത്രേ ഉള്ളൂ. താങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ കടല് ഫുള്ള് ആർത്തിറക്കിയാണ് എന്തിനോ വേണ്ടി. അങ്ങനെ ഞങ്ങൾ വ്ലോഗ് എടുക്കുന്ന ഇഷ്ടപ്പെടാത്ത കടലിൽ ഞങ്ങൾക്ക് ഒരു 8ന്റെ പണി വന്നു. അവിടെ തന്നെ ഒരു ഷെഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ഇന്ന് തൽക്കാലം. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ അതും എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാം സന്തോഷത്തിൽ എൻജോയ്മെന്റ് മാത്രമാണ്. ഒന്ന് മഴ ചാരിയത്തേക്ക് ഞാനും അർഷിതയും കൂടെ കുറച്ച് ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അതൊക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം അവിടെ പോയി കാണാം. ആടുന്ന ആളെ തന്നെ തിരിച്ച് വന്ന് രാജാസിന് കുറച്ച് കുർക്കുറയൊക്കെ വാങ്ങി. അങ്ങനെ കുർക്കുറയും കുറിച്ചുകൊണ്ട് നമ്മൾ PG ഗൈസ്. എത്തിയതോ കറക്റ്റ് 9 മണിക്ക് ഗൈസ്. 9 മണി. നമ്മളവരെ വിൽക്കാൻ ചോട്ട് കൊലായത്തിലുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് അനിമേന്റെ ചോറ് എടുത്ത് തന്നെ നമ്മൾ ചോറും കഴിച്ച് കിടന്ന് ഗൈസ്. ഓക്കെ ബൈ.